ഇതൊരു 2 സ്ട്രോക്ക് എൻജിൻ ബ്രഷ് കട്ടറാണ്. ഈ ബ്രഷ് കട്ടറിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാകാത്ത കംപ്ലൈൻ്റാണ്. ഇത് സ്റ്റാർട്ടാകത്തില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിക്ക് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടാകാത്തതിൻ്റെ പ്രധാന ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാലങ്ങളോളം നമ്മൾ പുല്ല് വെട്ടിയിട്ട് പിന്നെ കുറേ നാൾ ഇത് കിളിക്കുന്നിടം വരെ കാത്തിരിക്കും. അപ്പോൾ അത്രയും സമയം ഈ മെഷീൻ ചുമ്മാതിരിക്കുകയാണ്. അങ്ങനെ ഈ ചുമ്മാതിരിക്കുന്ന സമയത്ത് കുറേ നാളിന് ശേഷം ഇത് എടുക്കുമ്പോൾ ഇതിന് സംഭവിക്കുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബറേറ്ററിൻ്റെ താഴെ വരുന്ന ഒരു എയർ ബബിളുണ്ട്. ആ എയർ ബബിള് പൊടിഞ്ഞു പോവുകയാണ് പതിവ്. അപ്പോൾ നമുക്കിത് അഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എയർ ഫിൽറ്റർ അഴിച്ച് മാറ്റി ആ മെഷ് അഴിച്ച് മാറ്റിയതിന് ശേഷം ആ എയർ ഫിൽറ്ററിൻ്റെ ഹോളിനകത്ത് 2 5mm അലങ്കി സ്ക്രൂ ഉണ്ട്. ഈ അലങ്കി സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കാർബറേറ്റർ അഴിച്ച് പുറത്തേക്ക് എടുക്കാം. ഈ കാർബറേറ്ററിൻ്റെ താഴെയാണ് ഈ എയർ ബബിൾ ഉള്ളത്. ഈ എയർ ബബിൾ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് പെട്രോൾ ടാങ്കിൽ നിന്നുള്ള പെട്രോള് കാർബറേറ്ററിലേക്ക് ഇൻജെക്റ്റ് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബബിൾ പൊട്ടി പോകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത്. ഇത് കുറേ നാൾ എടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ മാറാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ആ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ആക്സിലേറ്റർ കേബിളാണ് ഈ വരുന്നത്. ഈ കേബിളിൻ്റെ ഫ്രണ്ടിലൊരു നട്ടുണ്ട്. ആ നട്ട് അഴിച്ചതിന് ശേഷം ഈ ആക്സിലേറ്റർ കണക്ട് ചെയ്തേക്കുന്ന ഒരു കണക്റ്റിംഗ് നട്ടോടുണ്ട്. ആ നട്ട് അഴിക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കേബിൾ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ ബട്ടണിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ത്രെഡ് പിരിച്ച് ആക്സിലേറ്റർ കേബിൾ പുറത്തോട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അതഴിച്ചതിന് ശേഷം ആക്സിലേറ്റർ കേബിൾ അഴിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ വരുന്ന ടാങ്കിൽ നിന്ന് വരുന്ന 2 ട്യൂബാണ്. ഒരെണ്ണം പെട്രോൾ കാർബറേറ്ററിലേക്ക് കടത്തി വിടുന്ന ട്യൂബും ഒന്ന് അതിനകത്തുനിന്ന് കാർബറേറ്ററിൽ നിന്ന് ഓവർഫ്ലോ ട്യൂബുമാണ് ഒരെണ്ണം കിടക്കുന്നത്. അത് നമ്മൾ ഇവിടെയാണ് ബബിൾ വരുന്നത്. ഈ ബബിളിൻ്റെ ഭാഗമാണ് പൊട്ടിപ്പോയത്. അപ്പോൾ നമുക്ക് ഈ ബബിൾ വരുന്ന ഭാഗം 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് പുതിയ ബബിളൊന്ന് മാറിക്കൊടുക്കാം. ഇതാ പൊടിഞ്ഞു പോയ ബബിളിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ്. ഇത് എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് പുതിയ ബബിള് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതാണ് പുതിയ ബബിള്. ഈ പുതിയ ബബിൾ അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കാർബറേറ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടെ അസംബിൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി ഇത് നമ്മൾ അഴിച്ച പോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം കാർബറേറ്ററിലേക്ക് ടൈറ്റ് ആക്കുന്നു. സ്പാനർ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. 10mm നട്ടാണ് ആ ഭാഗത്ത് വരുന്നത്. അതിനുശേഷം അതിൻ്റെ സ്ക്രൂ ഇട്ടതിന് ശേഷം കാർബറേറ്ററിൻ്റെ ഹോളിലേക്ക് ഈ ഫിൽട്ടർ ക്യാപ്പ് വെച്ച് അടച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 പൈപ്പാണ് ടാങ്കിൽ നിന്നും വരുന്നത്. ഒരെണ്ണം പെട്രോളിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു പൈപ്പും ഒരെണ്ണം ഓവർഫ്ലോ പുറത്തേക്ക് പോകുന്ന ഒരു പൈപ്പുമാണ്. അത് നമുക്ക് അതിൻ്റെ ടാങ്കിൽ നിന്നും ആ പൈപ്പ് ഊരി നോക്കുമ്പോൾ മനസ്സിലാകും. ചെറിയ പൈപ്പ്, പൊക്കം ടാങ്കിലേക്ക് ആഴ്ന്നു പോകാത്ത ചെറിയൊരു പൈപ്പാണ് ഓവർഫ്ലോ പൈപ്പ്. ഫിൽട്ടർ അടക്കം താപ്പോട്ട് കിടക്കുന്നത് ടാങ്കിൽ നിന്നും പെട്രോൾ അകത്തേക്ക് ഇൻലെറ്റ് ചെയ്യുന്ന പൈപ്പ്. അതിനുശേഷം ചോക്ക് റോഡ്
അതിൻ്റെ സൈഡിലാണ് വരുന്നത്. ആ, അതേ കൂട്ട് തന്നെ ഇതിൻ്റെ കേബിള് ആക്സിലേറ്റർ ബട്ടണിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് നോക്കണം, ആക്സിലേറ്റർ പിടിച്ച് നോക്കണം. ആ കേബിള് നല്ല രീതിയിൽ വലിയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഓക്കെയാണ്. അതിനുശേഷം നമുക്കിത് അഴിച്ചുകൂട്ട് തന്നെ തിരിച്ച് മെഷും ഫിൽറ്ററും ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം എയർ ബബിള് പമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബബിള് പമ്പ് ചെയ്ത് പെട്രോൾ ട്യൂബിനകത്ത് ഫില്ലാക്കിയതിന് ശേഷം മാത്രമേ ചോക്ക് റോഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാവൂ. ബബിള് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും 2 ട്യൂബിലൂടെയും പെട്രോൾ കയറി ഇറങ്ങി 2 ട്യൂബും ഫില്ലാകുന്നത്. അത് ഫില്ലായതിന് ശേഷം സ്വിച്ച് ഓണാക്കി ചോക്ക് റോഡ് വലിച്ചിട്ട് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റാർട്ടായി